ഹെഡ്മിയിലിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുമാതിരി റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സിനെല്ലാം അറിയായിരിക്കും എന്തായിരിക്കും വീഡിയോ എന്ന്. നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണിന്ന്. എന്നെപ്പോലെ തന്നെ കുറേ പേര് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഷോപ്പ് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്തും പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയിലും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു. ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് നടന്നോ, കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു, സന്തോഷമായിട്ടെല്ലാം കഴിഞ്ഞോ. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം എന്നെപ്പോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണല്ലോ ഈ കടന്നു വരുന്ന അമ്മച്ചി. ഞാൻ പല വീഡിയോകളിലും ഞങ്ങളുടെ നെയ്ബേഴ്സിനെ സെഫിൻ മെഫിൻ കാണിച്ചിട്ടില്ലായിരുന്നോ, അവരുടെ വല്യമ്മച്ചിയാണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പാല് കാച്ചിയതാണ്. ഒരുമിച്ച് പാല് കാച്ചുമ്പോൾ കവർ പാലാണ്. അപ്പോൾ 6-7 കവർ ഒരുമിച്ച് കാച്ചുമ്പോൾ ഞാൻ ഓരോ കവർ പൊട്ടിച്ചിട്ടാണ് കാച്ചുന്നത്. ഒരെണ്ണം അതിനകത്ത് മോശമായിട്ടുണ്ടെങ്കിൽ പാല് മൊത്തത്തിൽ പിരിഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ട് ഓരോ കവർ കാച്ചി കലത്തിലോട്ട് ഒഴിച്ചതാണ് രാവിലെ ചായ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ സ്നാക്സായിട്ട് ചായയും കേക്കുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനും ജോസാനും വിചാരിച്ചത് രാവിലെ ഒരു 10:30-11 മണിക്കൊക്കെ ടൈം വെക്കാമെന്നായിരുന്നേ. അപ്പോൾ പാസ്റ്ററുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞ് നമുക്ക് രാവിലെ 8:30 അങ്ങ് വെക്കാം. പെട്ടെന്ന് രാവിലെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 8:30 പ്രാർത്ഥിച്ച് കടയങ്ങ് ഓപ്പൺ ചെയ്ത് പ്രവർത്തനം തുടങ്ങാമല്ലോ, ആ ഉദ്ദേശത്തിലായിരിക്കാം. പക്ഷേ വീട്ടമ്മമാർ പലർക്കും ആ സമയത്ത് വരാൻ പറ്റില്ല, പ്രത്യേകിച്ച് സ്കൂളിൽ ഇപ്പം സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്, കുട്ടികളെ വിടുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരെ രാവിലെ ഉള്ളായിരുന്നു, അയൽവാസികളും ചർച്ചിലുള്ള കുറച്ച് പേരും. എങ്കിലും ഒരു 25-30 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചർച്ചിലുള്ളവരൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. ഫാമിലി ആയിട്ട് വന്നവരുണ്ട്, അല്ലാതെ വന്നവരുണ്ട്. അപ്പോൾ രാവിലത്തെ ആ കറക്റ്റ് ടൈമിന് പലർക്കും എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ 8:30 എന്നുള്ളത് നല്ലൊരു ടൈമായിട്ടാണ് പിന്നെ തോന്നിയത്. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു 10-10:30 ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ രാത്രി വരെ മഴയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴയായിരുന്നു. വനദൂതഗണങ്ങൾ സദേദോ വനദൂതഗണങ്ങൾ സദേദോ ഊഞ്ഞമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവേ നിനക്ക്, ഊഞ്ഞമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവേ നിനക്ക്. വന്നേനാമേശുപരാ നിനക്കെന്നു, വന്നേനാമേശുപരാ, വന്നേനാമേശുപരാ നിനക്കെന്നു, വന്നേനാമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നാടിയാത്തി. കർത്താവ് കൃപ നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ തൊടുന്തലാദേശത്തുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സ്ഥാപനം ഒരു ആശ്വാസം അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവസല്ലാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, അനേക ബിസിനസ്സുകളും മത്സര ബിസിനസ്സുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേക ബിസിനസ്സുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കാര്യം മുതൽ ലഭിക്കുവാൻ കഴിയാതെ അതിൻ്റെതായ ഭാരങ്ങളും പ്രയാസങ്ങളും പലരും അനുഭവിച്ച് കടത്തിന്റെ വലിയ പടംകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്ഥാപനം ആ നിലയിൽ പോകാതെ വണ്ണം ഇതതിന്റെ ഉയർച്ചയിലും അതിന്റെ വളർച്ചയിലും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകണം. ധാരാളം കസ്റ്റമേഴ്സിനെ ലഭിക്കണം. ഓൺലൈൻ വ്യാപാരം നല്ല നിലയിൽ നടത്തപ്പെടുവാൻ മെച്ചപ്പെട്ടതും ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഇവിടുന്ന് ലഭിക്കത്തക്ക നിലയിൽ ദൈവമായ കർത്താവ് കൃപ പകരേണ്ടതിനാൽ
നമുക്ക് ആ ദൈവസന്നതിൽ ഓർത്ത് എല്ലാവർക്കും തലകളെ ദൈവസ്ഥല വണക്കി നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലച്ച് ഒരുമിച്ച് രൂപയിൽപ്പെട്ടതായി നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുന്ന സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന പോലെ ഈ രാവിലെ സമയം ദൈവമായ കർത്താവ് ചെയ്ത സകല നന്മകളും അനുഗ്രഹങ്ങളും സകല ഉപകാരങ്ങളും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ദൈവത്തെയും മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിയുടെ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദൈവമക്കൾ, കർത്തദാസന്മാർ എല്ലാവർക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ശേഷ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോസിന്റെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രസന്നതയിൽ സമർപ്പിച്ച് ഈ സ്ഥാപനം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ എല്ലാ കൃപകളും ധാരാളമായി അവിടുന്ന് പകരുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഈ രാവിലെ സമയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഈ സ്ഥാപനം ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി അവിടുന്ന് പകരുമാറാകണമേ. ബെഞ്ചൂസ് ജനറൽ സ്റ്റോഴ്സ് അറിയപ്പെടുന്ന ഈ സ്ഥാപനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിച്ചു അനുഗ്രഹിച്ച് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളമായി അവിടുന്ന് പകർന്നാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. മുന്നോട്ട് പിതാവേ സ്തോത്രം. പിതാവേ ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ദൈവകരങ്ങൾ സമർപ്പിച്ചത് ഓപ്പൺ ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം മുതൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ വിശാലതയും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി പകരട്ടെ എന്ന് ദൈവസന്നദ്ധി ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൂടെ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാൽമേൽ ഇരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന പോലെ ഏതു സമയം നിങ്ങളുടെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ദൈവം ഒരിക്കൽ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഇതിനൊന്നും ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല, അർഹതയുള്ളവരല്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അർഹതയുള്ളവരാക്കി മാറ്റിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥാപനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇത് ഓപ്പൺ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി നന്ദി പറയുന്നു. ഇതിന്റെ ഉള്ളറയിൽ ദൈവശക്തി ആവരിക്കണമേ. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം, ദൈവിക പരിപാലനം, ദൈവത്തിന്റെ സൂക്ഷിപ്പ് ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഇവിടുന്ന് പകരേണ്ടതിനാ നന്ദിയോട് സ്തോത്രം. ഇതേർക്കൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ നൽകിയാട്ടെ. ദേശനിവാസികൾക്ക്, അയൽക്കാർക്ക് എല്ലാം അനുഗ്രഹമായി തീരണം. ശേഷാൻ പ്രിയ ജോസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ ജ്ഞാനത്തോട്, പ്രാർത്ഥനയോട്, വിവേകത്തോട് ഈ കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ കൃപ നിന്റെ മകന്റെ മേൽ ദൈവദാനമായി പകരണമേ. പ്രിയ സഹോദരി വിളിച്ചായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെ ദൈവം ബലപ്പെടുത്തണമേ. നിന്റെ മകനോട് ചേർന്നു ഈ കാര്യങ്ങൾ നന്നായി കൈത്താങ്ങൽ കൊടുക്കുക. നിന്റെ മകളെ കർത്താവ് അവിടുന്ന് അധികാരപ്പെടുത്തണം, അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ ജനറൽ സ്റ്റോഴ്സ് എന്ന ഈ സ്ഥാപനം വിദേശത്ത് നാമത്തിൽ അറിയപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇന്നലെ മുതൽ നമ്മുടെ സ്ഥാപനം ഫുൾ ടൈം ഓപ്പണായി. ഇതിനു മുമ്പ് ആദ്യ വിൽപ്പനയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ അടുക്കിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ അടുത്തുള്ളവരൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, ഞങ്ങൾ കൊടുക്കുമായിരുന്നു. സാധനം അത്യാവശ്യം എല്ലാവരും മേടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തൊട്ടേ. അപ്പോൾ എങ്കിലും എല്ലാവരെയും അറിയിച്ച്, ചർച്ചിലും അറിയിച്ച്, ഒഫീഷ്യലായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണമല്ലോ.
അപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്നത് ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം ഇന്ന് രാവിലെ ഇതിന് ശേഷം വീണ്ടും അടുക്കിപ്പുറക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഓരോ സ്റ്റോക്ക് വരുമ്പോൾ ഓരോരുത്തരത്തോട്ട് ഞങ്ങളൊന്ന് അടുക്കി വെച്ചെന്നേ ഉള്ളൂ. ഈ തലേന്ന് വെളുപ്പിന് 3 മണി വരെ ഞാനും ജോസാനും ഇവിടെ ആയിരുന്നു അടുക്കിപ്പുറക്കിലൊക്കെ ആയിട്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ചിന്തിക്കും ഇത്രയും സാധനമേ ഉള്ളൂ ഒരു ചെറിയ ഇതിന് വേണ്ടി എന്തോ ചേച്ചി ഇത്ര വലിയ ഇത് പറയുന്നതെന്ന്. മറ്റൊന്നുമല്ല, ഞാൻ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇത്തിരി ഇന്ന് ഡിലേ ആയിട്ടുണ്ട്. അതുകൂടാതെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, ചിപ്സ് തീരാറായി, ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നില്ല. ചക്ക വരട്ടിയത് ഓർഡർ ചെയ്തവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത്. പകൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. മറ്റൊന്നുമല്ല, ജോസൻ സാധനം എടുക്കാനോ എന്തിനേലുമൊക്കെ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആളുകൾ വന്ന് വിളിക്കുമ്പോൾ ഞാനാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമുക്കിപ്പോൾ ചക്ക വരട്ടുകയാണെങ്കിൽ തന്നെ കൈയെടുക്കാതെ 3-4 മണിക്കൂറൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം ഈ പണികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ രാത്രിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസമായിട്ട് എൻ്റെ റുട്ടീൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. എന്നാലും ആരോഗ്യത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ജീവിക്കാൻ ഓരോ വഴികൾ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മളെ കഴിയുന്ന രീതിയിൽ ആരോഗ്യമുള്ളിടത്തോളം ചെയ്ത് ജീവിക്കുക. അതാണ് ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുന്നത്. പാക്ക് ചെയ്യുന്ന ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഡയറക്റ്റ് ഐറ്റംസ് അവർ പറയും ഇത്ര ദിവസം എക്സ്പയറി ഉണ്ട്, അതിട്ട് നിങ്ങളുടെ സ്റ്റിക്കർ അടിച്ച് വെച്ചോളാൻ, അങ്ങനെ വെച്ചിരിക്കുന്ന അപ്പോൾ ഇതും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം തീർച്ചയായിട്ടും എനിക്കറിയാം, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്നൊക്കെ ചോദ്യം തീർച്ചയായിട്ടും ചിന്തിച്ചേക്കാം. ഇന്ന് ഓപ്പണിങ്ങിൻ്റെ സന്തോഷമുള്ള ദിവസമായിരുന്നു എങ്കിലും പക്ഷേ ഫാമിലി മൊത്തത്തിൽ നോക്കിയാൽ വലിയ സന്തോഷം ഇല്ലാത്ത ഒരു ദിവസമാണ്. ബോംബെയിലെ ചേച്ചി BG's കിച്ചൺ, അവിടെ ഡാഡി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ്. രാവിലെ വന്നിട്ട് വൈകിട്ട് തന്നെ പോകണം. അവിടുത്തെ അവസ്ഥകൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ആടുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫുൾ മാറി നിൽക്കാൻ പറ്റില്ല. ഇരട്ട കുഞ്ഞുങ്ങളാണ്, 2 വയസ്സായ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു 4-5 ദിവസത്തിന് മുമ്പ് ആ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു പനിയിലായിരുന്നു തുടക്കം. പക്ഷേ മൂത്ത മോന് തക്കാളിപ്പനി, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ തക്കാളിപ്പനി എന്ന് കേട്ടോ. കുഞ്ഞിൻ്റെ ചെറി മൊത്തവും കുരുവന്ന്, വാ മൊത്തവും കുരുക്കളായി. അങ്ങനെ കുഞ്ഞൊന്നും കഴിക്കാതിരിക്കുമ്പോഴാണ് ഇവർ സീരിയസ് ആയിട്ട് നോക്കുന്നത്. കാരണം കുഞ്ഞിൻ്റെ വായിക്കകത്ത് ഉള്ളതൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. ചെറിയിലൊക്കെ കുരുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരമാണ് അറിഞ്ഞത് തക്കാളിപ്പനിയാണെന്ന്. കുഞ്ഞ് വെള്ളം പോലും കുടിക്കുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ മോനാണെങ്കിൽ, ഇരട്ട കുഞ്ഞുങ്ങളാണല്ലോ, രണ്ടാമത്തെ കുഞ്ഞിനാണെങ്കിലും ഭയങ്കര ചുമ, വൈറൽ ഫീവർ, ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞുങ്ങൾ ഭയങ്കര നിർബന്ധം. ഷീബേച്ചി എന്ന് പറയുന്ന ആങ്ങളയുടെ വൈഫ്, മടിയിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നില്ല. അമ്മയ്ക്കാണേലും തീരെ വയ്യാമയും പ്രായമായതാണല്ലോ, വീട്ടിലെ ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ ഈ അവസ്ഥയിൽ എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ കൂടുതൽ സമയങ്ങൾ ഇവിടെ കടയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് കമ്പനി വണ്ടികൾ വരുന്ന പ്രോഡക്റ്റ് സാധനങ്ങളും ഉണ്ട്, അല്ലാതെ നമ്മൾ പോയി എടുക്കേണ്ട സാധനങ്ങളും ഉണ്ട്. അപ്പം ജോസൻ അങ്ങനെയുള്ളപ്പോൾ പുറത്ത് പോയേ പറ്റത്തുള്ളൂ, കട അടച്ചിടാൻ പറ്റത്തില്ല. എനിക്ക് കടയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും നടക്കണം. പിന്നെ മൂത്ത ചേച്ചി വരാഞ്ഞതെന്ന് പറയുന്നത്, മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്, അവിടെ കോൺക്രീറ്റ് നടക്കുന്നു. അതുകൊണ്ട് എപ്പോഴേലും ഇങ്ങനെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചേടി 5 മണിക്ക് മുമ്പ് സാവിച്ചാൻ വരുവാണെങ്കിൽ ഞങ്ങളങ്ങോട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇല്ല വിരുന്നുകാരുടെ കൂട്ട് വന്നിട്ട് 10-15 മിനിറ്റ് ഇരുന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോൻ എൻജിനീയറിങ് ഫസ്റ്റ് ഇയർ ആണ്. അവനും സ്കൂളിൽ നിന്ന് വരുമ്പം ഞങ്ങൾ ഒരുമിച്ച് വരാമെന്നാണ് വിചാരിച്ച്, സ്കൂളല്ല കോളേജ്, വരുമ്പോൾ ഒരുമിച്ച് വരാമെന്നാണ് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ 15 മിനിറ്റ് ഇരിക്കാനായിട്ടൊന്നും നിങ്ങൾ വരണ്ട, വരൂ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട്, എന്തായാലും സ്റ്റേ ചെയ്യത്തില്ല, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരോടും ഒരുമിച്ച് വരുമ്പോൾ ആ സമയത്ത് നീ വരുന്നെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. നമുക്ക് പുതിയ പ്രിൻ്ററും ഉണ്ട് കേട്ടോ. ഇത് പ്രിൻ്ററും സ്കാനറും ഫോട്ടോസ്റ്റാറ്റും എല്ലാം കൂടെ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ആദ്യ ദിവസം തന്നെ പ്രിൻ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കടയിലെ ഇപ്പോൾ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചല്ലോ, ഇതെല്ലാ അറേഞ്ച്മെൻറ്റ്സും മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുറത്തുള്ള ആ ഒരു ഇരിക്കാനൊക്കെ, എന്താണ് സിറ്റ് ഔട്ട് എന്ന് പറയാൻ, കടയുടെ വർക്ക് ഏരിയ എന്ന് പറയാൻ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ എന്താണ് അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്. ചൂല ഐറ്റംസ്, തേങ്ങ, സവാള, വെളുത്തുള്ളി, കൊല നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട. ഇത് വീട്ടിൽ പഴുപ്പിക്കാൻ വെച്ചിരുന്ന ഒരു കൊല പഴുത്തപ്പോൾ ഇങ്ങോട്ട് കെട്ടി തൂക്കിയിട്ടതാണ്. ഇത് വരുന്നവരെല്ലാം ഫ്രീ ആയിട്ട് പറിച്ച് തിന്നാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്, അത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല.
ദൈവം സഹായിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. എന്താണ് പറയേണ്ടത്, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഓരോ സമയത്തും നമുക്ക് എന്ത് ചെയ്യണമെന്ന് ദൈവം ബുദ്ധി ഉപദേശിച്ച് തരും. ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ കഴിയും എന്നുള്ളത്. പക്ഷേ ഇന്നുവരെയും ഈ ജൂലൈയിൽ കറക്റ്റ് 2 വർഷമാവാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്നിട്ട് കേട്ടോ. ഈ 2 വർഷവും ഒന്നിനും കുറവില്ലാതെ, ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിലും പറഞ്ഞിരുന്നു, ദൈവം നടത്തി. ഇപ്പോൾ അടുത്തൊരു പുതിയ വഴി കാണിച്ചു തന്നു. ആ പാത്രത്തിൽ ഇരിക്കുന്നത് കേക്ക്, നമ്മുടെ കടയുടെ ഓപ്പണിങ്ങിന് ആരെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. കൂൾ ഡ്രിങ്ക്സ്, വെള്ളം, സോഡ, ഈ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പാല്, തൈര് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയൽവാസികളാണെങ്കിലും നല്ല സഹകരണമായിരുന്നു. എല്ലാവരും ആദ്യ ദിവസം വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിന് മുമ്പും മേടിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ വേറെ കടകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഈ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഓഫീസിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ആ പ്രിൻ്ററിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ജോസാൻ്റെ അടുത്ത് രാത്രി പറയുന്നത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ പ്രിൻ്റ് ഔട്ടോ ഫോട്ടോസ്റ്റാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ആ ഒരു ഓഫീസിൻ്റെ ഫീല് കിട്ടുന്നുണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ്, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. രാത്രി വീട്ടിൽ നിന്നാണെങ്കിൽ ഈ നമ്മൾ 8:30 സമയം വെച്ചിരുന്നെങ്കിലും തുടങ്ങിയപ്പോൾ ഒരു 9 മണിയായി. 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ടേ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം, ബ്രദറിനാണെങ്കിലും ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട. എന്നിട്ട് ആങ്ങളെ തലേന്ന് വിളിച്ച് പറഞ്ഞിട്ട് അമ്മയെ വിടാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എനിക്കറിയാം അമ്മയുടെ ശരീരസ്ഥിതി എങ്ങനെയാണെന്ന്. ഇത്രയും ദൂരയാത്ര ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാതെ അന്നേരം തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അമ്മ അവിടെ ചെന്നിട്ട് കിടപ്പായിപ്പോയി. ഇപ്പം തന്നെ ഇന്ന് വിളിച്ചപ്പോൾ പറയുന്നു അമ്മയ്ക്കും ചെറിയ പനിയും ശരീര ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത്തെ അവസ്ഥയിൽ വീട്ടിലോട്ടൊന്ന് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയും ഓർക്കണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർ, ആ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് സുഖമാവണേന്നൊന്ന് പ്രാർത്ഥിക്കണം. കാരണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾക്ക് പറയാനൊന്നും അറിയത്തില്ലല്ലോ. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കര അടുക്കിപ്പറക്കാണ് എല്ലാവരും ഇവിടെ. ഓരോ സെക്ഷനായിട്ട് മാറ്റുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിലോട്ടൊന്ന് കയറാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.